എബ്രായ ലേഖന 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 14-ാമത്തെ വാക്യം മുതൽ മുൻപോട്ട് 2-ന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മക്കളും ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തു നമ്മളെ പോലെ ഒരു ശരീരമുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് ആദാമ്യ പ്രകൃതമില്ലായിരുന്നു. നമ്മളെല്ലാവരും ആദാമിന്റെ സന്തതി പരമ്പരയായി ജനിക്കുന്ന നാം ഓരോരുത്തർക്കും നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ആദാമ്യ പ്രകൃതം നമ്മളിൽ നിക്ഷിപ്തമായി ഉണ്ട്. അത് നമ്മളെ ഏതെങ്കിലും പ്രായപരിധിയെ ആശ്രയിച്ചല്ലാതെ നാം ജനിക്കുമ്പോൾ തന്നെ ആദാമ്യ പ്രകൃതം നമ്മളിലുണ്ട്. മനുഷ്യൻ പാവം ചെയ്യുന്നത് 5 വയസ്സോ 10 വയസ്സോ 12 വയസ്സോ കഴിഞ്ഞതിന് ശേഷം അവൻ പാപം ചെയ്ത് പാവിയായിത്തീരുന്നത് അല്ല. നേരെ മറിച്ച് പാപത്തിന്റെ ഒരു സ്വഭാവം, പാപപ്രകൃതം നമ്മളിലുള്ളത് കൊണ്ട് നമ്മൾ വളരുമ്പോൾ അതിൻ്റെ ബഹിർഗമനം, പുറത്തേക്കുള്ള ആ പ്രകടനം നമ്മൾ കാണുന്നു. അതാണ് പാപത്തിന്റെ പ്രവൃത്തിയായിട്ട് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു ആദാമ്യ പാരമ്പര്യത്തിൽ അല്ലാതിരുന്നുകൊണ്ട് യേശുക്രിസ്തുവിന് ഒരു ആദാമ്യ പ്രകൃതം ഇല്ലായിരുന്നു. എന്നാൽ നമ്മളെപ്പോലെ ഒരു ശരീരം യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. ആദ്യമനുഷ്യ ആദാമിന്റെ സ്കെൽറ്റനും കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്കെൽറ്റനും ഒരുപോലെ ആയിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. റോമാലയത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ വരാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം എന്നാണ്. അപ്പം ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരഘടന എങ്ങനെ ആയിരിക്കണോ അതേ ശരീരഘടനയോട് കൂടിയാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇവിടെ എഴുതിയിരിക്കുന്നത് മറ്റ് ജഡരക്തങ്ങളോട് കൂടി ഒരാളും ആണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ജഡരക്തങ്ങളോട് പോലെ ജഡരക്തത്തോടു കൂടി യേശുക്രിസ്തു ഇവിടെ വന്നു. ആ വന്നതിന്റെ ഉദ്ദേശം അടുത്ത വാക്യത്തിൽ പറയുന്നു. ജഡരക്തം വന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നൊക്കെയും വിടുവിച്ചു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നൊക്കെയും വിടുവിച്ചു. ആദ്യ മനുഷ്യനായ ആദാം ദൈവകൽപ്പന പ്രമാണിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രപഞ്ചത്തിൽ പാപമുണ്ടായിരുന്നു. ആ പാപം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ആയിരുന്നില്ല, ഒരു വിചാരമായിരുന്നു. നമുക്കറിയാം, ലൂസിഫർ എന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠ ദൂതനായിരുന്നതും പിന്നീട് ഈ ചിന്തയാൽ പിശാചായി അധപതിക്കുകയും ചെയ്ത ലൂസിഫർ ഈ പ്രപഞ്ചത്തിലായിരുന്ന സമയത്ത്, ഭൂമിയിലായിരുന്ന സമയത്ത് ആ ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഉണ്ടായ നിഗമനം, അതാണ് ഈ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായ പാപം. അതൊരു പ്രവൃത്തി ആയിരുന്നില്ല, ഒരു ചിന്തയായിരുന്നു. എന്നാൽ നമ്മളിവിടെ വായിച്ചത് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണം ഈ ഭൂമിയിലേക്ക് വന്നത് പാപം എന്ന ഒരു പാലത്തിൽ കൂടെയാണ് നമുക്ക് ചിന്തിക്കാം, ഗ്രഹിക്കാം. പാപം എന്ന പാലം ഈ ഭൂമിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തത് ആദാമാണ്. ആദാം പാപം ചെയ്തുകൊണ്ടാണ് പാപത്തിന്റെ അനന്തരഫലമായ മരണം ഈ ഭൂമിയിൽ പ്രവേശിച്ചത്. നമ്മൾ റോമാലയത്തിൽ അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു.
അപ്പൊ ലോകത്തിലേക്ക് മരണം കടന്നു വരാൻ ഉണ്ടായ കാരണം ആദിമനുഷ്യനായ ആദാം പാപം ചെയ്തു. ആ ലംഘനത്തിന്റെ അനന്തരഫലമായിട്ടാണ്, ആ പാപത്തിന്റെ അനന്തരഫലമാണ് മരണം. നമ്മള് ഒരുപക്ഷെ ഇങ്ങനെ തെറ്റായി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ മുൻപാകെയുള്ള പാപങ്ങളില് ചെറിയ പാപവും വലിയ പാപവും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല. ഏത് പാപവും മരണത്തെ ഉളവാക്കുക. ഇപ്പോ നമ്മളിങ്ങനെ ഒരുപക്ഷെ തെറ്റായി ചിന്തിക്കാം, വ്യഭിചാരം മഹാപാപമാണ്, അത് ചെയ്താൽ മരണം സംഭവിക്കും, മരണമുണ്ട്. അല്ല, കൊലപാതകം വലിയ പാപമാണ്, അത് ചെയ്താൽ മരണമുണ്ട്. എന്നാൽ മറ്റ് കൽപ്പനകൾ, മറ്റ് ചെറിയ കൽപ്പനകളൊന്നും ലംഘിച്ചാൽ മരണം ഉണ്ടാകത്തില്ല എന്ന് തെറ്റായ ധാരണ പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് അങ്ങനല്ല. ആദിമനുഷ്യൻ ആദാം മരിച്ചത് വ്യഭിചാരം ചെയ്തുകൊണ്ടോ കൊല ചെയ്തുകൊണ്ടോ അല്ല. നേരെ മറിച്ച് ഒരു വൃക്ഷത്തിന്റെ ഫലം കാണിച്ച്, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും എന്ന് പറഞ്ഞു. അത് ആ ലംഘനമാണ് മരണത്തിലേക്ക് മരണത്തെ ഉളവാക്കിയ പാപം എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാർ, അവര് കൊലപാതകം ചെയ്തവരോ വ്യഭിചാരം ചെയ്തവരോ ഒന്നുമല്ല, ദുഷ്പ്രവൃത്തിക്കാരെന്ന് പറഞ്ഞില്ല. യേശു ക്രിസ്തുവിനെ തന്നെ ക്രൂശിക്കാൻ ഉണ്ടായ ഒരു പാപത്തിന്റെ, ഒരു കുറ്റം ആരോപണം ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം, ഏത് ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ ദൈവമുമ്പാകെ വ്യത്യാസമില്ല. ഏത് പാപത്തിന്റെയും ശിക്ഷ മരണമാണ്. അപ്പൊ ആ പാപത്തിന്റെ ശിക്ഷ മരണമായതുകൊണ്ട് ആദ്യ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യരിലും മരണം പരന്നിരുന്നു, വാണിരുന്നു. റോമലേഖനം പഠിക്കുമ്പോൾ റോമലേഖനം നാം കാണുന്നത്, പാപം ചെയ്യാത്തവരിൽ മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ആദാം മുതൽ മോശ വരെ മരണം വാണിരുന്നു. ഇപ്പൊ മോശയുടെ കാലത്തെത്തിയപ്പോ മരണത്തിന് എന്താ സംഭവിച്ചത്? പാപത്തിന് എന്താ സംഭവിച്ചത്? മോശ ന്യായപ്രമാണം കൊണ്ടുവന്നിട്ട് ഒരു കണ്ടീഷൻ വെച്ചു, നിങ്ങൾ ഈ ന്യായപ്രമാണം അനുസരിച്ചാൽ ഇതനുസരിക്കണം, ജീവിക്കും, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള കൽപ്പന മോശ വെച്ചിരുന്നു. എന്നാൽ ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ന്യായപ്രമാണം ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കഠിനമായ രോഗത്തിന്റെ ഒരു മരുന്ന് ഒരു ഡോക്ടറെ നിർദ്ദേശിച്ചു. എന്നാൽ ആ മരുന്ന് ഒരു കാരണവശാലും കുടിക്കാൻ പറ്റാത്തൊരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ ആ മരുന്ന് കുടിച്ചിട്ടുള്ള ആശ്വാസം ആർക്കും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണം ആർക്കും അനുസരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പാപമായിട്ട് നിന്നു, അതിന്റെ അനന്തരമായ മരണം പാപമായിട്ട് നിന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നവരെ മരണത്തിന്റെ അധികാരി പിശാചായി. എന്നാൽ പിശാചിനെ ക്രൂശിൽ സർവ്വായുധവർക്കും വെപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി യേശു ക്രിസ്തു 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് പാപത്തിന്റെ ശിക്ഷ എന്ന മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കും. അവിടെ കൊരിന്ത്യലേഖനത്തില് മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചൊക്കെ തർക്കവും വാദമൊക്കെ ഉണ്ടായ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കും, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നില്ല. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കാത്ത ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പ്രസംഗിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പൊ പാപത്തെ ജയിച്ചുകൊണ്ട്, പാപത്തിന് ശിക്ഷയായ മരണത്തെ ജയിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്താൽ നീക്കി എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണത്താൽ
മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ ആ അധികാരത്തിൽ നിന്ന് നീക്കി. മരണത്തിന്റെ അധികാരത്തിൽ ദൈവം നീക്കി. യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വാക്യം നമുക്കറിയണം. ഞാൻ ധരിക്കും ഇങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ആകും. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കും. അങ്ങനെ ജീവിച്ചിരിക്കൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. ഇവിടെ നമ്മളിതാ വായിച്ചത്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുകയും വിടുവിച്ചു. അതിന്റെ അടുത്ത വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, 16ാമത്തെ വാക്യം. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനൽ അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് 17ാമത്തെ വാക്യം, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവ കാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനാകുവാൻ ആവശ്യമായിരുന്നു. പുരോഹിതന്മാർക്ക് 2 ശുശ്രൂഷ ദൈവം. അതിലൊന്ന് ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കണം, രണ്ടാമത്തെ ജനത്തെ അനുഗ്രഹിക്കുക എന്നുള്ളത്. 2 കടമകൾ പുരോഹിതന്മാർക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ ആ 2 കാര്യമായി അവന് ദൈവത്തിന്, ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്, മനുഷ്യനോട് അവൻ കരുണയുള്ളവനാണ്, അത് സമയത്തിന് ദൈവത്തോട് അവൻ വിശ്വസ്തനും. ന്യായപ്രമാണപ്രകാരം മഹാപുരോഹിതന്മാര് ഉണ്ടായിരുന്നു. എന്നാൽ ആ മഹാപുരോഹിതന്മാർക്ക് ഒന്നും ഇല്ലാതിരുന്നു ഒരു വിശേഷത ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഈ മഹാപുരോഹിതൻ കരുണയുള്ളവനാണ്. മറ്റ് മഹാപുരോഹിതന്മാർക്ക് ദൈവത്തിന്റെ ഡ്യൂട്ടി, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അവരെ ഏൽപ്പിച്ചിരുന്നത് ഒരു പക്ഷേ അവർക്ക് അണുവിട തെറ്റാതെ ചെയ്യാൻ കഴിയുമായിരുന്നു. അതേ സമയത്ത് എന്നാൽ ആ ചെയ്യുന്ന സമയം ഒരിക്കൽ പോലും മനുഷ്യനോട് അവർക്ക് കരുണ കാണിക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം മനുഷ്യനോടുള്ള കരുണ എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രം കാണിക്കാൻ കഴിയുന്ന ഒരു വികാരമാണ് പാപം ചെയ്ത മനുഷ്യനോട് കരുണ കാണിക്കാനുള്ളത്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ കൊണ്ടുവന്ന ആ പാപിനിയായ സ്ത്രീ, അത് യേശു ക്രിസ്തുവിന് മാത്രമേ കരുണ കാണിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ആ സ്ത്രീ ഓടി എത്തിയത് ന്യായപ്രമാണപ്രകാരം ഉണ്ടായിരുന്ന ഏതെങ്കിലും മഹാപുരോഹിതന്റെ കാൽക്കലാണ് അവൾ വന്ന് കേട്ടിട്ടെങ്കിൽ നിശ്ചയമായും ആ മഹാപുരോഹിതൻ ഈ കൂടി വന്നിരുന്ന കല്ലെറിയാൻ കൊണ്ടുവന്ന എല്ലാവരോടും ആ മഹാപുരോഹിതൻ പറയുമായിരുന്നു, മോശയുടെ ന്യായപ്രമാണം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അനുശാസിക്കുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് ആ മഹാപുരോഹിതന് പറയാൻ കഴിയുമായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ആ സ്ത്രീയോട് യേശു പറയുന്നു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. അപ്പൊ യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യനോട് കരുണ കാണിപ്പാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ മനുഷ്യനോട് കരുണ കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. മനുഷ്യനോട് കരുണ കാണിക്കാൻ കഴിവില്ലാത്ത ഒരു ആണ് എങ്കിൽ എൻ്റെ പാപങ്ങൾക്ക്, നമ്മുടെ ആരുടെയും പാപങ്ങൾക്ക് കരുണ കാണിപ്പാൻ ആ മഹാപുരോഹിതന് കഴിവില്ലായിരുന്നു. എന്നാൽ ഈ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമ്മളോട് കരുണയുള്ള മഹാപുരോഹിതനാണ്. അപ്പോൾ തന്നെ അവൻ ദൈവത്തോട് വിശ്വസ്തനുമാണ്. ദൈവത്തോട് ഏറ്റവും അധികം വിശ്വസ്തനായി ജീവിച്ചത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അതിന്റെ കാരണം, അതിന്റെ തെളിവ്, മറ്റേത് മഹാപുരോഹിതന്മാരും ദൈവത്തിന്റെ മുൻപാകെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം അനുശാസിച്ച പ്രകാരം ആ രക്തവുമായി അവിടെ പ്രവേശിക്കുമ്പോൾ തന്റെ പാപങ്ങളെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ഒരു കാളയുടെ രക്തവും ജനങ്ങളുടെ പാപങ്ങളെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ഒരു ആടിന്റെ രക്തവും വേണമായിരുന്നു.
എന്നാൽ ജനങ്ങളുടെ മാത്രം പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ആടിന്റെ മാത്രം രക്തം കൊണ്ട് ആ അതിവിസ്ഥലത്ത് നിൽക്കാനുള്ള പ്രാപ്തി ആ മഹാപുരോഹിതനില്ലായിരുന്നു. കാരണം അവന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അവൻ പോയ നാളുകളിൽ ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഇത് സംഭവിക്കുന്നത്. ആ ഒരു വർഷത്തെ തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചിരിക്കാം, എപ്പോഴെങ്കിലുമൊക്കെ അവിശ്വസ്തത ജീവിതത്തിൽ വന്നിരിക്കാം. അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ ആ അതിവിസ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അവിടെ താൻ മരിച്ചു വീഴാതിരിക്കേണ്ടത് തന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി ഒരു കാളയെ യാഗം കഴിച്ച് ബലി കഴിച്ച് ആ കാളയുടെ രക്തവും തന്റെ സ്വന്തം പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായിട്ട് തന്റെ കയ്യിൽ വേണമായിരുന്നു. എന്നാൽ ഈ മഹാപുരോഹിതൻ ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തനായതുകൊണ്ട് ഒരു അന്യ രക്തത്തിന്റെ ആവശ്യം ഈ മഹാപുരോഹിതൻ അതിവിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആവശ്യമില്ല. സ്വന്തം രക്തം താൻ അത് സാധിച്ചിരിക്കൊണ്ട് ദൈവമുൻപാകെ താൻ ഏറ്റവും വിശ്വസ്തയോടെ ആയിരുന്നു, ദൈവമുൻപാകെ താൻ വിശ്വസ്തനായിരുന്നു എന്ന് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് 2 പ്രാവശ്യം പിതാവായ ദൈവം സാക്ഷിക്കുകയുണ്ടായി. യേശു ക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ സമയത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്വർഗം തുറന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സാധിച്ചു. അതുപോലെ തന്നെ മറുരൂപമലയിൽ വെച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള സാക്ഷി നാം കേൾക്കുന്നു. ഇവന് ചെവി കൊടുപ്പീൻ എന്ന് സ്വർഗത്തിൽ നിന്ന് സാക്ഷി നാം കേൾക്കുന്നുണ്ട്, നാം അവിടെ കേൾക്കുന്നുണ്ടായി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പ്രബോധിപ്പിക്കും, നമ്മളോട് പറയുന്നത് യേശു ക്രിസ്തു ദൈവിക കാര്യത്തിൽ, ദൈവത്തോടുള്ള കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. മറ്റു മഹാപുരോഹിതന്മാരെ എല്ലാം വിശ്വസ്തനായിരുന്നു. അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനാകുവാൻ ആവശ്യമായിരുന്നു. 18ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകും. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കും. യേശു ക്രിസ്തു അനുഭവിച്ച എല്ലാ പരീക്ഷകളും, അഥവാ യേശു ക്രിസ്തു അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പരീക്ഷ പോലും മനുഷ്യനായ ഞാനും നമ്മളിൽ ആരും അനുഭവിക്കേണ്ടി വരത്തില്ല. എന്നാൽ നമ്മുടെ എല്ലാ പരീക്ഷകളും കർത്താവ് യേശു ക്രിസ്തു നമുക്ക് മുൻപായി ആ പരീക്ഷകളൊക്കെ അനുഭവിച്ച് ആ പരീക്ഷയെ ജയിച്ച് ജയാളിയായി തീർന്നവരാണ്. മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്കത് ഒന്നുകൂടെ വ്യക്തതയോടെ കാണാൻ കഴിയും. ആദ്യ മനുഷ്യനായ ആദാമിന് ഉണ്ടായ പരീക്ഷ, ആ 3 പരീക്ഷകളായിരുന്നു ആദാമുമായിട്ടുണ്ടായത്. അത് ആ പഴം കാണാൻ ഭംഗിയുള്ളതായിരുന്നു, തിന്നാൻ രുചിയുള്ളതായിരുന്നു, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതായിരുന്നു എന്ന് അവർക്ക് തോന്നി. അപ്പൊ ഈ 3 പരീക്ഷകളുമാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് 40 ദിവസം ഉപവാസത്തിന് ശേഷം യേശുവിന് വിശന്നത് മുതൽ പിശാച് യേശുവിനെ പരീക്ഷിച്ചത് ഈ 3 പരീക്ഷകൾ തന്നെയാണ്. അപ്പൊ ഈ 3 പരീക്ഷകളുമാണ് ആദ്യ മനുഷ്യനായ ആദാമിനുണ്ടായി, യേശു ക്രിസ്തുവിനുണ്ടായി. നമുക്കും ഇതേ പരീക്ഷകൾ തന്നെയാണ് എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 വിഷയങ്ങളിൽ ഉൾപ്പെടാത്ത ഒരു പരീക്ഷ പോലും ഒരു മനുഷ്യനും അകപ്പെടുന്നില്ല, ഒരു പരീക്ഷയിലും ഒരു മനുഷ്യനും അകപ്പെടുന്നില്ല. ഒന്നുകിൽ അത് ജഡമോഹമായിരിക്കും, അതില്ലെങ്കിൽ കൺമോഹമായിരിക്കും, അല്ലെങ്കിൽ ജീവനത്തിന്റെ പ്രതാപമായിരിക്കും. ഈ 3 മേഖലകളിലും യേശു ക്രിസ്തു നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ ഒരിക്കൽ പോലും പാപം ചെയ്യാതെ പരീക്ഷകളെല്ലാം യേശു ക്രിസ്തു അതിജീവിച്ച് ജയിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ വായിച്ചു കേട്ടത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാണ്. പരീക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി അവരോട് കരുണ കാണിപ്പാനും അവരെ സഹായിപ്പാനും കഴിവുള്ളവരാണ്. പ്രസവിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീക്ക്
പ്രസവ വേദനയെക്കുറിച്ച് യാതൊന്നും അറിയാൻ കഴിയും. എന്നാൽ അങ്ങനത്തെ ആ വേദനയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഏത് സ്ത്രീകൾ അങ്ങനെയുള്ള വേദന അനുഭവിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ മാനസിക ശാരീരിക വേദന വളരെ കൃത്യതയോടെ വളരെ വ്യക്തമായിട്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. നാം ഇന്ന് കടന്നു പോകുന്ന ഏത് പ്രയാസങ്ങളും ഏത് പ്രതികൂലങ്ങളും ഏത് സങ്കടങ്ങളും ഏത് ദുഃഖങ്ങളും നമുക്ക് മുൻപായിട്ട് യേശുക്രിസ്തു അത് അനുഭവിച്ചു. യേശുക്രിസ്തു അനുഭവിക്കാത്ത ഒരു പരീക്ഷ പോലും നാം ഒരിക്കലും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഒരു വിശ്വസ്തനായ ഒരു അധ്യാപകൻ പഠിപ്പിക്കാത്ത ഒരു സബ്ജക്റ്റ് പോലും പരീക്ഷയുടെ സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ചോദ്യമായി കൊടുക്കാറില്ല. അധ്യാപകൻ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്ന് തന്നെയാണ് ചോദ്യം ഇടാറ്. എന്ന് പറഞ്ഞ പോലെ കർത്താവ് യേശുക്രിസ്തു കടന്നുപോയ പരീക്ഷകൾക്ക് അപ്പുറത്ത് ഏതെങ്കിലും പരീക്ഷ ഉണ്ടെങ്കിൽ പോലും അത് ഒരിക്കലും അത് നമ്മൾക്ക് ഒരു പരീക്ഷയായി ദൈവം ഒരിക്കലും തരുന്നില്ല. ഇവിടെ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. അങ്ങനെ പരീക്ഷയിൽ കൂടെ ഞാനും നമ്മൾ ഓരോരുത്തരും കടന്നു പോകണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമായിരിക്കും, ദൈവത്തിന്റെ താല്പര്യമായിരിക്കും. അങ്ങനെ പരീക്ഷകളിൽ കടന്നുപോയി മാത്രമേ നമ്മൾ ജയാളിയായി തീരാൻ കഴിയൂ. പരീക്ഷയില്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് പരീക്ഷയില്ല എന്ന് വിചാരിക്കുക. അവനൊരിക്കലും പരീക്ഷയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രമോഷൻ അവന് നഷ്ടപ്പെട്ടു, അവന് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ നാം എല്ലാ പരീക്ഷകളെയും അതിജീവിച്ച് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജയാളിയായി ജീവിച്ചതുപോലെ ജയാളിയായി ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അത് ഈ പരീക്ഷകളിൽ കൂടെ കടന്നുപോയി കർത്താവ് യേശുക്രിസ്തു ഇതെല്ലാം ജയിച്ചതുപോലെയാണ് നാമും ജയിക്കേണ്ടതെന്ന ഒരു നമ്മുടെ ഒരു ആഹ്വാനമാണ് തന്നിരിക്കുന്നത്. അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, 3-ാം അധ്യായത്തിലേക്ക് 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കി. അതുകൊണ്ട് എന്നൊരു വാക്ക് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മോളിൽ പറഞ്ഞിരിക്കുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ യേശുവിനെ നാം ശ്രദ്ധിച്ച് നോക്കുക. അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്ന പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസൻ ആകുന്നു. മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. ദൈവഭവനം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവഭവനം ഉദ്ദേശിക്കുന്നത് ടാബർനക്കിൾ, അതുകൊണ്ട് സമാന കൂടാരത്തെയാണ് അവിടെ ദൈവഭവനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ, സമാന കൂടാരത്തിന്റെ കാര്യത്തിൽ മോശ വളരെ വിശ്വസ്തനായിരുന്നു. പുറപ്പാട് പുസ്തകം അവസാനത്തെ ഭാഗങ്ങളിലേക്ക് നാം വായിക്കുമ്പോൾ അവിടെ ആവർത്തിച്ച് എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണാം. ദൈവം കൽപ്പിച്ച പോലെ ഒക്കെ മോശ ചെയ്തു, ദൈവം കൽപ്പിച്ച പോലെ ചെയ്തു, ദൈവം കൽപ്പിച്ച പോലെ ചെയ്തു. മോശയ്ക്ക് വേണമെങ്കിൽ ഈ പർവ്വതത്തിൽ വെച്ചൊരു മാതൃക ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്താൽ, അങ്ങനെ മാതൃക ഒന്നും കാണിക്കാതെ മോശയോട് ദൈവത്തിന് പറഞ്ഞിരുന്നെങ്കിലും മോശയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. കാരണം മോശ ആ രാജ്യത്തെ എല്ലാ വിദ്യകളും അഭ്യസിച്ചിരുന്നു നാം തിരുവനന്തപുരത്തിൽ കാണുന്നു. മിസ്രൈമിലെ സകല വിദ്യകളും മോശയ്ക്ക് വശമായിരുന്നു. ഇന്നൊക്കെ ഏകദേശം 3500 വർഷത്തിനപ്പുറം മിസ്രൈം രാജ്യത്തിൽ പണിതിരിക്കുന്ന പിരമിഡുകൾ, ഈ ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും ആ ശാസ്ത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആ പിരമിഡുകൾ ഇന്നും സ്ഥാനം പിടിച്ചിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അങ്ങനെ ഉണ്ടായിരുന്ന
ഒരു രാജ്യത്ത് അത്രയ്ക്ക് പരിചയസമ്പന്നരായിരുന്ന, ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് അറിവ് ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത്, അവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലായിരിക്കും മോശ പഠിച്ചതെന്ന് ഞാൻ ചിന്തിക്കുന്നു. എല്ലാ വിദ്യകളും മോശ അഭ്യസിച്ചു. അങ്ങനെ എല്ലാ വിദ്യകളും അഭ്യസിച്ചിരുന്ന മോശയ്ക്ക് ദൈവം ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഗ്രഹിക്കത്തക്ക രീതിയിലുള്ള ജ്ഞാനം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ തന്റെ ജ്ഞാനത്തിൽ ഒരു ജ്ഞാനം പോലും മോശ സമാന കൂടാരത്തിന്റെ പണിയിൽ ചെലുത്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പക്ഷേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആണി പോലും മോശയുടെ സ്വന്തം താല്പര്യപ്രകാരം അതിൽ ചെലുത്തിയില്ല, അടുത്തില്ല എന്ന് ഞാൻ ചിന്തിക്കും. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും, നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും. ദൈവം എന്താണോ മോശയ്ക്ക് കാണിച്ചു കൊടുത്തത്, എങ്ങനെയാണോ കാണിച്ചു കൊടുത്തത്, അതിന് പ്രകാരം തന്നെ മോശ ഭവനം ചമച്ചു, കൂടാരം ഉണ്ടാക്കി. അതുകൊണ്ട് ആണ് ദൈവത്തിന്റെ സാന്നിധ്യം അതിൽ വസിക്കാനിടയായി. ആ കൂടാരം വേണമെങ്കിൽ അല്പം ബുദ്ധി സാമർഥ്യമുള്ള ഒരു ഫെലിസ്ത്യൻ വിചാരിച്ചാലും അതുപോലെ കൂടാരം ഉണ്ടാക്കാൻ കഴിഞ്ഞേനെ. പക്ഷേ ആ കൂടാരമായിട്ട് ബാഹ്യമായിട്ട് പുറമേ നോക്കിയാൽ നമുക്ക് അത് കൂടാരമായിട്ട് തന്നെ തോന്നും. പക്ഷെ അതിനുള്ളില് നാം പരിശോധിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒരിക്കലും അവിടെ ഉണ്ടാകത്തില്ല. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ഒരു കൂടാരത്തിൽ വസിക്കണമെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരണമെങ്കിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവം കാണിച്ച മാതൃപ്രകാരം തന്നെ ഉണ്ടാക്കിയ ഒരു കൂടാരത്തിൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കാൻ ഇടയാകൂ. ഇന്ന് ഇത് ഈ കാലത്തേക്ക് ഒരു സാഹിത്യമാണെന്ന് മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ഈ കാലത്തേക്ക് സാഹിത്യമാണ് ഒക്കെ കാണുന്നുണ്ട്. അവിടെ ദൈവാനുഗ്രഹം കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും, താല്പര്യപ്പെടുന്നു. മോശ വിശ്വസ്തനായിരുന്നു. ദൈവഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തനായിരുന്നു എങ്ങനെയാണെന്ന് അടുത്ത വാക്യത്തിൽ കാണുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ, ഭവനത്തെക്കാൾ ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനം? അതിന്റെ 5-ാമത്തെ വാക്യം, അവന്റെ ഭവനത്തിനൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്ര. മോശ ഇത്ര താല്പര്യത്തോടെ അണുവിട തെറ്റാതെ ദൈവം കാണിച്ച മാതൃപ്രകാരം തന്നെ കൂടാരമുണ്ടാക്കി. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തനായിരുന്നത് എങ്ങനെ, എന്തിന് എന്നുള്ള വാക്ക് അവിടെ എഴുതിയിരിക്കുന്നു. അരുളി ചെയ്യുവാൻ ഇരുന്നതിന് സാക്ഷ്യം പറയുന്നവനായിട്ട്. എന്ന് വെച്ചാൽ മോശ ഇതൊക്കെ ചെയ്തപ്പോ മോശ പറയുന്നൊരു കാര്യം, നിങ്ങളോട്, ഇസ്രായേൽ മക്കളെ, നിങ്ങളോട് വേറെ ഒരു കാര്യം ദൈവത്തിന് ചെയ്യാനുണ്ട്. ദൈവത്തിന് നിങ്ങളോട് അരുളപ്പാട് പറയാനുണ്ട്. ദൈവത്തിന് മറ്റൊന്ന് അരുളി ചെയ്യാനുണ്ട്. അങ്ങനെ ആ അരുളി ചെയ്യാനുള്ളതിന്റെ സാക്ഷ്യമാണ് മോശ പറഞ്ഞിരുന്നത്. മോശ ചെയ്തപ്പോഴൊക്കെയും, മോശ ദൈവത്തിന്റെ ഭവനത്തിലെ വിശ്വസ്തനായിരുന്ന സമയത്തൊക്കെയും, വിശ്വസ്തനായിരിക്കുമ്പോഴൊക്കെയും, മോശയെ കൂടാതെ ചമച്ച സമയത്തൊക്കെയും മോശ വാക്കും ഭാഷണവും കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതല്ല, ദൈവത്തിന് വേറെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതിന്റെ സാക്ഷ്യമാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പൊ മോശ വിശ്വസ്തനായിരുന്നത് ദൈവം അരുളി ചെയ്യാനിരിക്കുന്നതിന്റെ സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടാണ്. മോശ ദൈവത്തിൽ വിശ്വസ്തനായിരുന്നു. മോശ എല്ലാത്തിനും വിശ്വസ്തനായിരുന്നു. ദൈവം പറഞ്ഞ പോലെ തന്നെ മോശ ചെയ്തു, അതുപോലെ തന്നെ ചെയ്തതെന്ന് നമ്മൾ ആവർത്തിച്ച് ഭാഗം കാണുന്നത് പറയുണ്ടായി. എന്നാൽ അതെല്ലാം ദൈവം മറ്റൊന്ന് അരുളി ചെയ്യാനിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രഖ്യാപനമായിരുന്നു പക്ഷെ ആ പ്രവൃത്തിയിൽ കൂടെ പ്രഖ്യാപിച്ചു. അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു,
ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായപ്പോൾ തന്നെ അതിന്റെ അടുത്ത വാക്യങ്ങൾ വായിക്കുന്നു. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. മോശ ഉണ്ടാക്കിയ ഈ ഭവനം, ദൈവഭവനം, ടാബർനക്കിൾ അഥവാ സമാന കൂടാരം, അതിനെക്കുറിച്ച് ആണ് ഈ താഴോട്ട് പറഞ്ഞു വരുന്നത്. മോശ അത് ചെയ്തപ്പോഴൊക്കെയും മോശ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന് മറ്റൊന്ന് നിങ്ങളോട് ഇല്ല ചെയ്യാറുണ്ട് എന്നാണ് മോശ പ്രഖ്യാപിച്ചത്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു മറ്റൊന്ന് അരുളി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല വന്നത്. മോശയെ പോലെ അല്ല യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തു പറഞ്ഞത് അവന്റെ ഭവനത്തിന്റെ അധികാരിയായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ട് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നു, നാം തന്നെ അവന്റെ ഭവനം ആകും. എങ്ങനെയെന്നാൽ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നമ്മളുടെ എല്ലാ ഹൃദയത്തിൽ ദൈവമക്കളായി തീരുന്നവരുടെ, വിശേഷ ദൈവമക്കളായി തീരുന്നവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവം ഒരു പ്രത്യാശ തന്നു. ആ പ്രത്യാശ കാണുന്ന പ്രത്യാശ അല്ല എന്ന് തിരുവനന്തപുരം നാം പഠിക്കുന്നു, വായിക്കുന്നു. ഒരുത്തൻ കാണുന്നതിന് വേണ്ടി ഇനി പ്രത്യാശിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തോടുകൂടി നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവിക പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഭൗമികമായ ഏതെങ്കിലും കാര്യങ്ങളുടെ വാക്തത്വം എന്റെ ജീവിതത്തിൽ നിറവേറപ്പെടും എന്നുള്ള പ്രത്യാശയാണ് എങ്കിൽ നാം മറ്റുള്ള സാധാരണ മനുഷ്യരെക്കാളും വിശേഷതയുള്ളവരല്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പ്രത്യാശയും പ്രശംസയും നാം അവസാനത്തോളം ഒരുപോലെ മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം തന്നെ അവന്റെ ഭവനം ആകും. നാം അവന്റെ ഭവനം ആകുന്നത് നമ്മുടെ പ്രത്യാശയും പ്രശംസയും നാം മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ പ്രത്യാശ കർത്താവ് യേശു ക്രിസ്തു താമസം വിന തനിക്കായി കാത്തിരിക്കുന്ന രക്ഷയ്ക്കായി വീണ്ടും വരും എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. അതിനേക്കാൾ താഴെ ഏതെങ്കിലും പ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശ എങ്കിൽ അത് യഥാർത്ഥമായ പ്രത്യാശയാവാൻ സാധ്യതയില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ നാമും കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഒരു ദിവസം ആയിത്തീരും. കർത്താവ് യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഇരിക്കുന്ന പോലെ നാം അവനെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശരായി തീരുമെന്ന് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ നാം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. അവന്റെ ഭവനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആ ഭവനം എന്ന് ഉദ്ദേശിക്കുന്നത് ടാബർനക്കിളാണ്, സമാന കൂടാരത്തെയാണ് ആ ഭവനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം തന്നെ ആ ഭവനം ആകുന്നു. നാം ആ ടാബർനക്കിളിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. പ്രാകാരം, വിശുദ്ധലം, അതിവിശുദ്ധലം എന്ന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒരു മനുഷ്യനും ദേഹം, ദേഹി, ആത്മാവ് എന്ന ഈ 3 ഘടകങ്ങൾ ഉണ്ട്. അപ്പൊ ഈ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ആത്മാവിൽ ആണ് കർത്താവ് ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത്. ആ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നാണ് അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ആ കട്ടിയുള്ള തിരശ്ശീല ചീന്തപ്പെട്ട് ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഒന്നായി തീരേണ്ടത് ആ തിരശ്ശീല ചീന്തപ്പെടുന്നതോടുകൂടിയാണ്. കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ പല കാര്യങ്ങൾ സംഭവിച്ചതിൽ ഒരു കാര്യം, മന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം ചിന്തിപ്പോയി. അന്ന് വരെ ആർക്കും ആ അതിവിശുദ്ധ സ്ഥലം കാണാൻ കഴിഞ്ഞിരുന്നില്ല. മഹാപുരോഹിതന്റെ വർഷത്തിൽ ഒരിക്കലല്ലാതെ ആരും ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണത്തോടു കൂടി ആർക്കും പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധലത്തേക്കും അതിനുശേഷം അതിവിശുദ്ധലത്തേക്ക് കയറി പോകാൻ ഉള്ള ഒരു പുതിയ വഴി യേശു ക്രിസ്തു തുറന്നു. ആ തുറന്ന വഴി നമുക്ക് വേണ്ടിയാണ് ആ വഴി തുറന്നത്. ആ വഴിയിലൂടെ അതിവിശുദ്ധലത്തേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ആ ഒരു വിളിയാണ് നമുക്ക് ദൈവം വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും.